Hi friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സൈഡ് ഡിഷ് ആയിട്ടും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രോക്കലിയും അതുപോലെ ചീരയും വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബ്രോക്കലി എടുത്ത് അത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഇലയും അതുപോലെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബ്രോക്കോലി ഇതാ ഇവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറു ചൂടുവെള്ളവും ഒഴിച്ചിട്ട് ഈ ബ്രോക്കോലി അതിൽ മുക്കി വയ്ക്കാം. 5-6 മിനിറ്റോളം വെച്ചാൽ മതിയാവും. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇല്ലാതെ മാറ്റി ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചീര ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചീരയും റെഡിയായി. ഇനി നമുക്കിതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പേസ്റ്റ് ആവണമെന്നില്ല, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 5 മിനിറ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രൊക്കോളിയില്ലേ, അത് നല്ല വെള്ളത്തിൽ കഴുകി വെള്ളം വാർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചീര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഈ വെജിറ്റബിൾസിൽ നിന്നെല്ലാം വെള്ളം നന്നായിട്ട് ഇറങ്ങും. എങ്കിലും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റ്, അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം വറ്റി ബ്രോക്കലിയും അതുപോലെ ചീരയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇനിയും ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളകും ചില്ലി ഫ്ലേക്സും പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് മുട്ടയൊന്ന് നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട ഒന്ന് കുക്കായി വരുന്നു തുടങ്ങുമ്പോൾ നമുക്ക് വെജിറ്റബിൾസുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ഡിഷ് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.